കാരണം ഹൈറ് കേട്ടവർക്ക് അതൊരു, കേൾക്കുന്നവർക്കൊരു ഹൈറ്. ആദ്യം കേട്ട് രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുകയാണെങ്കിൽ അതൊരു ഹൈർമല ഹൈറാണ്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മുതലാളിയും അദ്ദേഹത്തിന്റെ കാര്യസ്ഥനും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതൊരു സമയത്ത് ഇവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ മുതലാളിക്ക് എന്ത് സംഭവിച്ചാലും ആ കാര്യസ്ഥൻ പറയും, അത് നിങ്ങൾക്ക് ഹൈറിന് വേണ്ടിയുള്ളതാണ്, ഹൈറിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയും. അങ്ങനെ ഇരിക്കെ ഇവര് ഒരു ദീർഘയാത്ര നടത്തുകയാണ്. അങ്ങനെ നടന്നൊരു വനാന്തരത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ മുതലാളി എന്ത് ചെയ്തു, ഒരു കുഴിയിലകട്ട് കാല് വഴുതി വീണു. ഇതോടുകൂടെ കാലിന്റെ മുട്ടിന് വലിയൊരു മുറിവ്, ചോരയൊലിക്കാൻ തുടങ്ങി. അങ്ങനെ അതോടുകൂടെ വേദന സഹിക്കാൻ വയ്യാതിരിക്കുന്ന സമയത്താണ് കാര്യസ്ഥൻ പറഞ്ഞ, അത് മുതലാളി നിങ്ങൾക്ക് ഹൈറിന് വേണ്ടിയാണ്. ഇതോടുകൂടെ മുതലാളി വേദന സഹിക്കാതെ ദേഷ്യം വന്നു, നിന്റെ ഒരു ഹൈർ ഒരുപാട് കാലമായിട്ട് ഇത് ഹൈറാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, അതുകൊണ്ട് ഇനി നീ എന്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്തു, നാട്ടിലേക്ക് തിരിച്ചു വിട്ടു. അങ്ങനെ ഈ മുതലാളി പോയി കുറേ ദൂരം യാത്രയാണ്. അങ്ങനെ വനാന്തരത്തിലൂടെ നടന്ന് കാര്യസ്ഥൻ എന്ത് ചെയ്തു, നേരെ തിരിച്ചു വീട്ടിലേക്ക് വന്നു. മുതലാളി നടന്ന് വനാന്തരത്തിലൂടെ ഒരുപാട് ദൂരം നടന്ന് സഞ്ചരിച്ചു. അങ്ങനെ അവസാനം ചെന്ന് പെട്ടത് മറ്റൊരു രാജ്യത്താണ്. അന്ന് അവിടെ എന്ത് ചെയ്തു, അന്ന് അവിടെ അവരൊരു ആഘോഷം കൂടിയിരിക്കുകയാണ്. ഒരു വർഷത്തില് ഒരു ബലിയേർക്കലുണ്ട്. വിദേശികളായ മനുഷ്യരെ കിട്ടിയാൽ അവരെ ബലിയേർക്കുക, അങ്ങനത്തെ ഒരു സമയം. അങ്ങനെയാണ് ഈ മുതലാളി എന്ത് ചെയ്തു, നേരെ ചെന്നെത്തിയിരിക്കുക അവിടേക്ക്. വേറെ ഒരുപാട് ആളുകൾ കൂടിയൊരു സദസ്സാണ്. അങ്ങനെ എന്ത് ചെയ്തു, വിദേശികളായ ആളെ അവർക്ക് ബലിയേർക്കാൻ കിട്ടണം. അങ്ങനെ ഈ മുതലാളി അവിടെ ചെന്നതോടുകൂടി എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ പിടിച്ചു. ഇദ്ദേഹം ആ നാട്ടുകാരല്ല. അങ്ങനെ എന്ത് ചെയ്തു, പിടിച്ച് ബലിയേർക്കാൻ വേണ്ടിക്കൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ച് പരിശോധന നടത്തി. അപ്പൊ ആ ബലിയേർക്കുന്നതിൽ ഒരു നിയമമുണ്ട്. എന്താണ്, അസുഖങ്ങളും രോഗങ്ങളൊന്നും പറ്റില്ല. അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കി വിടും. അങ്ങനെ ഇദ്ദേഹത്തെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത്, പിടിച്ച് പരിശോധിച്ചപ്പോൾ തല പരിശോധിച്ചു, കേടില്ല, യാതൊരു കാല് നോക്കുന്ന സമയത്തുണ്ട്, രാജാവ് പരിശോധിച്ച സമയത്തിന്റെ വലിയൊരു മുറിവ്. ഈ മുറിവ് കണ്ടപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അറക്കാൻ പറ്റൂല എന്നിട്ട് ഒഴിവാക്കി വിട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് അദ്ദേഹം ജീവൻ കിട്ടിയതോടുകൂടെ നാട്ടിലേക്ക് വന്നു. കാര്യസ്ഥനെ അന്വേഷിച്ച് കാര്യസ്ഥന്റെ കാലുമ്പ് വന്ന് വീഴുകയാണ് ചെയ്തത്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. നീ പറഞ്ഞത് കാരണം അത് വലിയൊരു ഹൈറാണ്, ഈ മുറിവ് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, അത് ഒരു ഹൈർ തന്നെയാണ് പറഞ്ഞു. മുതലാളി എന്താണ് പറഞ്ഞത്, ഹൈറുമല ഹൈറാണ്. മറ്റേ കാര്യസ്ഥൻ പറഞ്ഞു, ഹൈറല്ല, അത് ഹൈറുമല ഹൈറാണ്. കാരണം എന്താണ്, നിങ്ങളെ കൂടെ ഞാൻ വന്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുറിവായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും, പക്ഷെ എന്നെ പിടിച്ചെടുക്കണ്ട, എന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഹൈറുമല ഹൈർ. അതുപോലെ കേട്ടവരാണെങ്കിൽ എന്ത് ചെയ്യുക, കേട്ടവർക്ക് ഇതൊരു ഹൈറുമല ഹൈറാണ്, അല്ലാത്തവർക്ക് ഹൈറാണ്. എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. അസ്ഹാബുൽ ബദരീങ്ങളുടെ ചരിത്രം പറയുകയാണ്, ഒരുപാട് പറയാണ്, ദീർഘമായി കൊണ്ട് പറയാനുണ്ട്.